ദിസ് ഇസ് ഡസ്കി മോം. പൂരി ഉണ്ടാക്കിയ എണ്ണ കുറച്ച് ബാക്കി വരുന്ന സമയത്ത് നമുക്കൊരു ഉള്ളി ബജി ഉണ്ടാക്കാൻ തോന്നും അല്ലേ? സോ നമുക്കൊരു ഉള്ളി ബജി ഉണ്ടാക്കിയാലോ? ഉള്ളി ബജി ഉണ്ടാക്കാൻ കൂടെ ഒരാളൂടെ ഉണ്ട് കേട്ടോ. ആരെന്നല്ലേ? എൻ്റെ ശിഖ ബേബി. ഹലോ ശിഖ. നമ്മൾ എന്താ ഉണ്ടാക്കാൻ പോകുന്നേ? ഉള്ളി ബജി. കറക്റ്റ്. അതിന് ഉള്ളി എവിടെ? താങ്ക് യു. താങ്ക് യു. ഉള്ളി ബജി ഉണ്ടാക്കാൻ 2 മീഡിയം സൈസ് ഉള്ളി നല്ല കുനുകുനാന്ന് കട്ട് ചെയ്യാം കേട്ടോ. സോ അതിൻ്റെ കൂടെ തന്നെ ഒരു പച്ചമുളകും കൂടെ ഇടാം. പച്ചമുളകിന് പകരം ഞാൻ ഇവിടെ നിന്ന് ക്യാപ്സിക്കം കേട്ടോ. കാരണം ഒരാഴ്ച ഞാൻ മുളക് മേടിച്ച് വെച്ചിട്ട് ഒന്നും ഉപയോഗിക്കുന്നില്ല എന്ന് പറഞ്ഞ ഏട്ടൻ്റെ വായിരിക്കുന്ന ഉടനെ ഞാൻ കേട്ടതാ. ശരിക്കും എരിവ് കുറവാണ് ഇഷ്ടം. അതുകൊണ്ട് തന്നെ ഞാൻ ക്യാപ്സിക്കം മുളക് ഇട്ടിട്ടാണ് ചെയ്യാൻ പോകുന്നത് കേട്ടോ. അതിൻ്റെ കൂടെ തന്നെ ഒരു പീസ് ഇഞ്ചി നല്ലോണം കുനുകുനാന്നരിയണം. ബിക്കോസ് അതെങ്ങാനും ശിഖയുടെ വായി കിട്ടിയാൽ ഉള്ളി ബജി മൊത്തം അവൾ തുപ്പും. സോ അതുകൊണ്ട് തന്നെ ഞാൻ നല്ലോണം കുനുകുനാന്നാണ് അരിഞ്ഞത്. അതിൻ്റെ കൂടെ കുറച്ച് മല്ലിയിലയും കറി ലീവ്സും കൂടെ നല്ല കുനുകുനാന്ന് കട്ട് ചെയ്യണം. ഇതും അവളുടെ കണ്ണിപ്പെടാതെ എങ്ങനെയും കൊടുക്കണം. കാരണം അവളത് ചില്ലിയാണെന്ന് പറഞ്ഞ് അതും മാറ്റി വയ്ക്കും. സോ മൊത്തം സാധനങ്ങൾ നമ്മൾ കുനുകുനാന്നരിഞ്ഞ് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നേരെ പോയി ഒരു ബൗൾ എടുത്തിട്ട് വരാം കേട്ടോ. ദേ ബൗൾ റെഡി. ബൗളിലേക്ക് നമ്മൾ നേരത്തെ കട്ട് ചെയ്ത എല്ലാ ഐറ്റംസും അതിലേക്ക് ഇടാം. ഇനി അതിൻ്റെ കൂടെ ഇടേണ്ട പൊടികൾ എന്തൊക്കെയാണെന്നല്ലേ? മുളക് പൊടി 1 സ്പൂണ്, ഞാൻ കാശ്മീരി ചില്ലി ഇട്ടത്, അതിൻ്റെ ഒപ്പം മഞ്ഞൾപ്പൊടി, അതേപോലെ തന്നെ കുറച്ച് കായപ്പൊടിയും കൂടെ ഇടണം കേട്ടോ. പിന്നെ ഇടേണ്ടത് ഉപ്പ്, നല്ല പൊടിയുപ്പ്. അതിലേക്ക് വെതറങ്ങ് കൊടുക്കാം കേട്ടോ. അതൊന്ന് നന്നായി മിക്സ് ചെയ്യണേ. അതൊക്കെ ഒന്ന് നന്നായി ആ ഉള്ളിൽ പിടിച്ച ശേഷം പിന്നെ നേരെ കടലമാവ്. 1 കപ്പ് കടലമാവ് കേട്ടോ ഇതിലേക്ക് ആവശ്യം. സോ ആ കടലമാവ് നല്ല രീതിയിൽ കൊട്ടിയ ശേഷം അതിലേക്ക് കുറച്ചായിട്ട് വെള്ളം ഒഴിച്ചിട്ട് വേണം മിക്സ് ചെയ്തെടുക്കാനായിട്ട്. സോ ഒരുപാട് ലൂസ് ആവാനും പാടില്ല, അതേപോലെ തന്നെ ഒരുപാട് കട്ടിയാവാനും പാടില്ല. നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്തെടുക്കണം. അപ്പോഴേക്കും നമ്മളൊരു കാര്യം മറന്നായിരുന്നു. 1 സ്പൂൺ അരിപ്പൊടിയും അതേപോലെ തന്നെ 1/4 ടീസ്പൂൺ സോഡാപ്പൊടിയും കൂടെ ചേർക്കണമായിരുന്നു കേട്ടോ. രണ്ടും കൂടി ഇട്ട ശേഷം പിന്നെ ഒന്നും കൂടെ നല്ല രീതിയിൽ മിക്സ് ചെയ്യണം. ഇപ്പോൾ ഒരുപാട് കട്ടിയായിട്ടില്ലേ? സോ കുറച്ചുകൂടെ വെള്ളം ഒഴിച്ച് ഞാൻ കുറച്ചുകൂടെ ഒന്ന് ലൂസാക്കി എടുത്തിട്ടുണ്ട്. ദേ ഇതുപോലെ കേട്ടോ. ഈ ഒരു സ്റ്റേജ് ആവുന്ന സമയത്ത് സംഭവം സെറ്റാണ്. സ്റ്റൗ ഓണാക്കി എണ്ണ ചൂടാക്കാം. നന്നായി എണ്ണ ചൂടാക്കി കഴിഞ്ഞാൽ നമുക്ക് ഓരോരോ സ്പൂണായിട്ട് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഞാൻ സ്പൂൺ കൊണ്ടാണ് ഒഴിച്ചു കൊടുക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ കൈ കൊണ്ടും ഇടാവുന്നതാണ്. സോ ഞാൻ കുറച്ചുകൂടി എളുപ്പ പരിപാടിക്കാണ് സ്പൂണും കൊണ്ട് ഒഴിച്ചത്. എണ്ണ നല്ലോണം ചൂടാവാനും പാടില്ല, അതേപോലെ തന്നെ എണ്ണ കുറവ് ചൂടാവാനും പാടില്ല കേട്ടോ. ചൂടായി എന്ന് ഉറപ്പാകുന്ന സമയത്താണ് നമ്മളിത് ഒഴിക്കേണ്ടത്, ഇല്ലെങ്കിൽ അത് കരിഞ്ഞു പോകും. സോ മാക്സിമം ഞാൻ അതിലേക്ക് ഒഴിച്ചെടുക്കുന്നുണ്ട്, കാരണം പെട്ടെന്ന് കോരിയെടുക്കാമല്ലോ എന്ന് വെച്ചിട്ടാണ് കേട്ടോ. അങ്ങനെ ഒരു സൈഡ് വെന്തു എന്ന് തോന്നുന്ന സമയത്ത് നമുക്കതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. സ്റ്റൗ മീഡിയം ഫ്ലെയിമിൽ വെക്കുന്നതായിരിക്കും നല്ലത്, കാരണം ഉള്ളൊക്കെ നല്ലോണം വേവണമല്ലോ, അത് വെച്ചിട്ടാണ് കേട്ടോ. എല്ലാം ഒന്ന് മറിച്ചിട്ട് ഒരു ബ്രൗണിഷ് കളറാകുന്ന സമയത്ത് നമുക്ക് കോരി മാറ്റാം കേട്ടോ. സംഭവം സെറ്റല്ലേ? ഉള്ളി ബജി നല്ല ടേസ്റ്റി ആയിട്ട് കിട്ടിയിട്ടുണ്ടെന്നാണ് എൻ്റെ ഒരു നിഗമനം. നമുക്കതെന്തായാലും ടേസ്റ്റ് ചെയ്ത് നോക്കാം കേട്ടോ. ഞാൻ എല്ലാം കോരി എടുക്കുന്നുണ്ട്. ദേ ഇതുപോലെ. സൗദി ഒരു ഡെസേർട്ടഡ് കൺട്രി അല്ലേ? എന്നിട്ടും ഇവിടെ കൊടും തണുപ്പാണ്. ആ ടൈമിൽ ഇതുപോലെ ഉള്ളി ബജിയും അതേപോലെ തന്നെ ടൊമാറ്റോ കെച്ചപ്പും അതിൻ്റെ ഒപ്പം നല്ല അടിപൊളി കട്ടൻ കാപ്പിയും കൂടി ഉണ്ടെങ്കിൽ സംഭവം സെറ്റല്ലേ? ഇപ്പം ഞാൻ എൻ്റെ നാട് മിസ് ചെയ്യുന്നുണ്ട്. സോ ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണേ. ബൈ.